ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററായ തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് എന്നതാണ്. എന്താണ് ഫസ്റ്റ്? സ്പോർട്സ് ഫെസ്റ്റ് അല്ലേ? സ്പോർട്സിൻ്റെ ഫെസ്റ്റ്, കായികമേള. വെൽക്കം ടു ദി സ്പോർട്സ് ഫെസ്റ്റ് അറ്റ് പൂമല ഫോറസ്റ്റ്. എന്താണ് പൂമല ഫോറസ്റ്റിൽ, പൂമല കാട്ടിലുള്ള സ്പോർട്സ് ഫെസ്റ്റ്. എന്താണ്? സ്പോർട്സിലേക്ക് സ്വാഗതം. ആൾ കണ്ടസ്റ്റൻസ് പ്ലീസ് കളക്ട് യുവർ ചെസ് നമ്പേഴ്സ്. എല്ലാ മത്സരാർത്ഥികളും എന്താണ് ചെസ് നമ്പർ കളക്ട് ചെയ്യണം, ചെസ് നമ്പേഴ്സ് വാങ്ങണം. ഓരോ മത്സരാർത്ഥികൾക്കും എന്താണ് ഓരോ ചെസ് നമ്പേഴ്സ് ഉണ്ടാവില്ലേ, ആ ചെസ് നമ്പേഴ്സ് വാങ്ങാൻ പറയുകയാണ്. ദി 15 അത്ലറ്റ്സ് സ്റ്റാർട്ടിംഗ് വിത്ത് നമ്പർ 986 പ്ലീസ് ഗെറ്റ് റെഡി ഫോർ ദി ലോങ് ജംപ് ഇവൻറ്റ്. എന്താണ് 15 അത്ലറ്റ്സ് സ്റ്റാർട്ടിങ് വിത്ത് നമ്പർ 986 മുതലുള്ള 15 അത്ലറ്റ്സിനോട് എന്താണ് ലോങ് ജമ്പിന് വേണ്ടിയിട്ട് റെഡി ആവാൻ വേണ്ടി പറയാണ്. റൈറ്റ് ദി ചെസ് നമ്പേഴ്സ് ഓഫ് ദി കണ്ടസ്റ്റൻസ് ഫോർ ദി ലോങ് ജമ്പ് ഇവൻറ്റ്. ഈ ലോങ് ജമ്പ് ഇവൻറ്റിലുള്ള ചെസ് നമ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഒന്ന് എഴുതി കൊടുത്തേ. 986 മുതലുള്ള നമ്പേഴ്സ്, 15 നമ്പേഴ്സ് ഈ ബോക്സിൽ എഴുതാനാണ് പറഞ്ഞത്. 986, നെക്സ്റ്റ് എന്തായിരിക്കും 987, നെക്സ്റ്റ് 988, 989, 990, 991, 992, 993, 994, 995, 996, 997, 998, 999, നെക്സ്റ്റ് 1000. അപ്പോൾ ഇവിടെ എന്താണ് റാബിറ്റ് ഓടി വന്നിട്ട് മീ ടു, ഞാനുമുണ്ടെന്ന് പറയാണ്. അപ്പോൾ മങ്കി എന്താണ് പറയുന്നത്? യുവർ നമ്പർ ഈസ് 1001, യുവർ നെയിം ഈസ് നോട്ട് ഇൻ ദി ലോങ് ജംപ് ലിസ്റ്റ്. നിൻ്റെ നമ്പർ എന്താണ്? 1001 ആണ്. നമ്മളെന്താണ് 1000 വരെയുള്ള നമ്പേഴ്സാണ് വിളിച്ചതല്ലേ. നിൻ്റെ നമ്പർ എന്താണ്? 1001 ആണ്. നിൻ്റെ പേരെന്താണ്? ലോങ് ജമ്പിൽ ഇല്ല. 1000, 1000 ആൻഡ് 1 ടുഗദർ മേക്ക് 1001 അല്ലേ. 1000നോട് ഒന്ന് 1 ആഡ് ചെയ്താൽ 1001 ആയി. 1000നോട് ഒന്ന് കൂട്ടിയാൽ 1001 ആയി. വൂപ്സ്, നൗ ദി നമ്പേഴ്സ് ആർ ജംബ്ഡ്, ക്യാൻ യു ഹെൽപ്പ് മീ പുട്ട് ദം ഇൻ ഓർഡർ. അല്ലേ, മങ്കിൻ്റെ കയ്യിൽ നിന്ന് എന്താണ് ആ നമ്പേഴ്സ് നിലത്ത് വീഴുകയാണ്. നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുക, അത് ഓർഡറിലാക്കാൻ, ക്രമത്തിലാക്കാൻ ഒന്ന് ഹെൽപ്പ് ചെയ്തേ. ഫസ്റ്റ് 1002 ഉണ്ട്, 1003, 1004, നെക്സ്റ്റ് ഏത് നമ്പറാണ്? 1005, 1006, 1007, 1008, 1009, 1010, 1011, 1012. അങ്ങനെ 1012 വരെ ഇതിലുള്ളത് ക്രമത്തിൽ ഒന്ന് എഴുതി കൊടുക്കുക. അനൗൺസ്മെൻറ്റ്. ദി ടേബിൾ ഷോസ് ദി നമ്പർ ഓഫ് ദി കണ്ടസ്റ്റൻസ് ഫോർ മഞ്ചാടി കളക്ഷൻ. എന്താണ് മഞ്ചാടി പെറുക്കൽ, മഞ്ചാടി കളക്ഷനിലുള്ള അതിലുള്ള മത്സരത്തിനുള്ള കണ്ടസ്റ്റൻസിന് നമ്പേഴ്സാണ് ടേബിളിൽ കൊടുത്തത്. ഇറ്റ് മസ്റ്റ് ബി ഫിൽഡ് ഫോർ ദി അനൗൺസ്മെൻറ്റ്. അനൗൺസ്മെൻറ്റ് നടത്തണമെങ്കിൽ എന്താണ് ഈ ടേബിൾ ഫില്ല് ചെയ്യണം. ക്യാൻ യു ഹെൽപ്പ് കുട്ടൻ എലിഫൻറ്റ്. കുട്ടൻ എലിഫൻറ്റിനെ നമുക്ക് കുട്ടനാനയെ ഒന്ന് ഹെൽപ്പ് ചെയ്താലോ അല്ലേ. ഈ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താലേ കുട്ടൻ എലിഫൻറ്റിന് എന്താണ് ഇത് അനൗൺസ് ചെയ്യാൻ കഴിയുള്ളൂ. ഫസ്റ്റ് എന്താണ് തന്നത്? 879, 879. നെക്സ്റ്റ് എന്താണ്? 904, 918, 906, 809, 749. ATM. ടിറ്റു പാരറ്റ് ഹാസ് സ്പോൺസേഡ് സം പ്രൈസസ്. എന്താണ് ടിറ്റു പാരറ്റ് എന്താണ് സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്യാണ്, കൊടുക്കാൻ വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്യാണ്. ഷീ നീഡ്സ് 760 റുപ്പീസ് ഫോർ ഇറ്റ്. അതിന് വേണ്ടിയിട്ട് 760 റുപ്പീസ് വേണം. ദി ATM ഇൻ ദി ഫോറസ്റ്റ് ഹാസ് ഓൺലി 100 റുപ്പി നോട്ട്സ്, 10 റുപ്പി നോട്ട്സ് ആൻഡ് 1 റുപ്പി കോയിൻസ്. കാട്ടിലുള്ള ATMൽ എന്താണ് 100 രൂപ നോട്ടും 10 രൂപൻ്റെ 1 രൂപൻ്റെ കോയിൻസ് മാത്രമേ ഉള്ളൂ. വാട്ട് ആൾ നോട്ട്സ് ആൻഡ് കോയിൻസ് വുഡ് ഷീ ഹാവ് ഗോട്ട്. അവർക്ക് എത്രയൊക്കെ കോയിൻസും നോട്ട്സും കിട്ടിയിട്ടുണ്ടാവും. ഹൗ മെനി ഓഫ് ഈച്ച്, ഓരോന്നും എത്ര വീതം ഉണ്ടാവും. മൈ കമ്പ്യൂട്ടേഷൻ, നിങ്ങളുടെ കാൽക്കുലേഷൻ ഇവിടെ എഴുതുക. ടു പാരറ്റിന് എത്രയാണ്? 760 റുപ്പീസാണ് വേണ്ടത്. 760 റുപ്പീസ് വേണം. ഈ 760 റുപ്പീസിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. 760 റുപ്പീസിനെ നമുക്ക് 700ഉം 60 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. 700ഉം 60 എത്രയാണ്? 760 അല്ലേ. 760നെ 700ഉം 60 ആണ് 760. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്താൽ എത്ര 100 നോട്ട്സ് ഉണ്ടാവും അല്ലേ. 100ൻ്റെ നോട്ട്സും 10ൻ്റെ നോട്ട്സും 1 രൂപ കോയിൻസും മാത്രമേ ഉള്ളൂ അവിടുത്തെ ATMൽ, കാട്ടിലെ ATMലുള്ളൂ. അപ്പോൾ എത്ര 100 നോട്ട്സ് എടുത്താലാണ് 700 കിട്ടുക അല്ലേ. 700 നോട്ട്സ് എടുത്താലാണ് 700 കിട്ടുക അല്ലേ. 7 × 1 7, then 2 zeros അല്ലേ. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ ഇതിൻ്റെ എളുപ്പ മെത്തേഡ് പഠിച്ചിരുന്നു അല്ലേ. അതേ മെത്തേഡ് തന്നെയാണ് അല്ലേ. 700നെ നമുക്ക് 7 × 100 അല്ലേ. 700s ആണ് 700. എത്ര 10s ആണ്? 60. എത്ര 10s ആണ് അല്ലേ. 6നോട് മൾട്ടിപ്ലൈ ചെയ്താലല്ലേ 60 എന്ന് കിട്ടുകയുള്ളൂ. 6 × 1 6, then 1 0. അപ്പോൾ എന്താണ് 6 10s ആണ് 60 അല്ലേ. 5 10s 50, 5 100s 500, 700 700, 6 10s 60 അല്ലേ. 6 10കളാണ് 60 അല്ലേ. 6 ടൈംസ് നിങ്ങൾ 10 രൂപ എടുത്താലല്ലേ നിങ്ങൾക്ക് 60 രൂപ കിട്ടുകയുള്ളൂ.
അപ്പോൾ എത്രയാണ് ആൻസർ അല്ലേ? 760 കിട്ടി. അപ്പോൾ എത്ര ഹൺഡ്രഡ്സും എത്ര ടെൻസും ആണെന്നാണ് നിങ്ങൾ ചോദിച്ചതല്ലേ? 100 റുപ്പീസും ടെൻസും എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദിച്ചത്. 700 റുപ്പീസും 610 റുപ്പീസുമാണ് പാരറ്റിന് കിട്ടിയിട്ടുണ്ടാവുക അല്ലേ? എന്നാലല്ലേ 760 ആവുകയുള്ളൂ. 700 എന്ന് പറഞ്ഞാൽ 700ഉം 610 എന്ന് പറഞ്ഞാൽ 60യും. അപ്പോൾ 700 + 60 ആണ് 760. അപ്പോൾ ഇങ്ങനെയായിരിക്കും പാരറ്റിന് കിട്ടിയിട്ടുണ്ടാവുക അല്ലേ? ഹൺഡ്രഡ്സിൻ്റെ ടെൻസിൻ്റെ നോട്ടായിട്ട് അല്ലേ? ആയി. പിന്നെ 1 രൂപ കോയിൻ്റെ ആവശ്യമില്ല. 760 ആയി. ഫണ്ട് റൈസിങ്. എ ഗ്രൂപ്പ് ഓഫ് 4 were asked to collect money for food. എന്താണ്? ഫുഡിന് വേണ്ടിയിട്ട്, ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എന്താണ്? പൈസ കളക്ട് ചെയ്യാണ്. പൈസ കളക്ട് ചെയ്യുകയാണ്. കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 4 പേരോട് പറഞ്ഞു. സീ ഹൗ മച്ച് ഈച്ച് കോട്ട്. ഓരോരുത്തർക്കും എത്രയാണ് കിട്ടിയത് നമുക്ക് നോക്കാം അല്ലേ? ഫസ്റ്റത്തെ മെമ്പറിന് എന്താണ് കിട്ടിയത്? 100 റുപ്പി നോട്ട്സ് 9 അല്ലേ? 9 100 റുപ്പി നോട്ട്സ് കിട്ടി. 8 10 റുപ്പി നോട്ട്സ് കിട്ടി. 3 1 റുപ്പി കോയിൻസ് കിട്ടി. അങ്ങനെയാണ് ടോട്ടൽ എത്രയാണ്? 983 അല്ലേ? 9 100 റുപ്പി നോട്ട്സ് 900, then 8 10 റുപ്പി നോട്ട്സ് 8 10 റുപ്പി നോട്ട്സ് അല്ലേ? 900 റുപ്പി നോട്ട്സ് 9 × 1 നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക 9, then 2 zeros 900 കിട്ടിയില്ലേ? then 8 × 1 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക 8, then ഒരു സീറോ ഉള്ളത് ഇത് 80 അല്ലേ? 8 × 8 10 റുപ്പീസ്. 3 1 റുപ്പി കോയിന് 3 1 റുപ്പി കോയിന് പറഞ്ഞാൽ 3 രൂപയായി. അപ്പോൾ ഇത് ടോട്ടൽ എത്രയാണ്? 900 + 80 + 3 എത്രയാണ്? 983 അല്ലേ? 983 980 + 3 983 എന്ന് കിട്ടിയല്ലേ? അടുത്ത ആൾക്ക് കിട്ടിയത് എത്രയാണ്? 700 റുപ്പി നോട്ട്സ് 14 10 റുപ്പി നോട്ട്സ്. ടോട്ടൽ എത്രയായിരിക്കും? 700 റുപ്പി നോട്ട്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 700 റുപ്പീസ്. അതിൽ തന്നെ ഉണ്ടല്ലേ 700. 7 × 1 7, then 2 zeros. നെക്സ്റ്റ് എത്ര? 14 ആണല്ലേ? 10 റുപ്പി നോട്ട്സ് 14 10 റുപ്പി നോട്ട്സ് 14 10 രൂപ നോട്ട്സ്. 14 10 റുപ്പി നോട്ട്സ് എന്ന് പറയുമ്പോൾ എത്രയായി? ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. 14 × 1 14, then 1 0 അല്ലേ? ഇത് രണ്ടും ആഡ് ചെയ്താൽ ടോട്ടൽ കിട്ടാൻ ഇത് രണ്ടും ആഡ് ചെയ്യണം. 700 + 140 എത്രയാണ്? 0 0 4 + 0 4, then 7 + 1 8 840 എന്നാ കുളത്തിൽ ഇതാ 840. ദെൻ നെക്സ്റ്റ് എത്രയാണ്? ടോട്ടൽ 785 എന്ന് കിട്ടണം. 785 എന്ന് കിട്ടണമെങ്കിൽ എത്ര 100 നോട്ട്സ് ഉണ്ടാവും? നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ? എത്ര 100 നോട്ട്സും 10 നോട്ട്സും 1 റുപ്പിയും 10 നോട്ട്സും 100 നോട്ട്സും എത്ര എണ്ണം ഉണ്ടാവും? എത്ര ഹൺഡ്രഡ്സ് ഉണ്ടാവും? 785. അതിൽ തന്നെ ഉണ്ടല്ലേ 700. നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി നോക്കാം അല്ലേ? 785നെ നമുക്ക് എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യാം? എത്ര ഹൺഡ്രഡ്സ് ആണ്? 700, then 80, then 5 അല്ലെങ്കിൽ 85 അല്ലേ? ടെൻസ് എത്ര ആണുള്ളത്? 8 ടെൻസും 5 വൺസും 5 8 7 785 അല്ലേ? ടോട്ടൽ എത്ര അല്ലേ കിട്ടി? അപ്പോൾ 785 എന്നുള്ളതിൽ 700 നോട്ട്സും 8 10 നോട്ട്സും 5 1 റുപ്പി കോയിൻസും ആണുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം അല്ലേ? 700 റുപ്പി നോട്ട്സ് 8 10 റുപ്പി നോട്ട്സ് 5 1 റുപ്പി കോയിൻസ്. അതല്ലേ 785 എന്ന് പറയുന്നത്. 100 റുപ്പി നോട്ട്സ് 8 10 റുപ്പി നോട്ട്സ് 5 1 റുപ്പി കോയിൻസ് 785 അല്ലേ? 909 എന്ന് കിട്ടണം. 909 എന്ന് കിട്ടണമെങ്കിൽ എത്ര 100 റുപ്പി നോട്ട്സ് എടുക്കാം? 900ഉം 9ൻ്റെ ഒരു കോയിൻ എടുത്താൽ 909 ടോട്ടലായി. ബട്ട് നമുക്ക് എന്താണ് ഇവിടെ ഒരു 10 റുപ്പി നോട്ട്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് എന്താണ്? 10ൻ്റെ 10 റുപ്പി നോട്ട്സ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതെത്രയാണ്? 10 × 10 എത്രയാണ്? ഇവിടെ എന്താണ്? 10ൻ്റെ 10 നോട്ട്സ് 10ൻ്റെ 10 നോട്ട്സ് ഉണ്ട്. അത് തന്നിട്ടുണ്ടല്ലേ? 10ൻ്റെ 10 നോട്ട്സ് എന്ന് പറയുമ്പോൾ 10 × 10 10ൻ്റെ 10 നോട്ട്സ് എത്രയാണ്? 1 × 1 1, then 2 zeros. അപ്പോൾ 100 ആണല്ലേ? 100 നോട്ട്സ് ഉണ്ട്. ഇനി ബാക്കി എത്രയാണ് ബാലൻസ് ഉള്ളത്? 909 ആണ് ടോട്ടൽ വരേണ്ടത് അല്ലേ? 909 ആണ് ടോട്ടൽ. അപ്പം അതിന്ന് ഒരു 100 ഉണ്ട്. 100 മൈനസ് ചെയ്താൽ ബാക്കി എത്രയാണ്? ഒരു 100 രൂപ പോയാൽ 809 അല്ലേ? ഇതിന്നൊരു 100 പോവുക. അപ്പോൾ 809 എന്ന് കിട്ടും. 909 ഒരു 100 രൂപ പോയാൽ 100 മൈനസ് ചെയ്താൽ എത്രയാണ് കിട്ടുക? 809 അല്ലേ? ഒരു 100 രൂപ പോയി. ഇതിന്നൊരു 100 രൂപ 1 രൂപ പോയാൽ എന്താണ്? ഈ 9 ഉള്ളത് 8 ആയി അല്ലേ? 809 ആയി. ഈ 809നെ നമുക്ക് എങ്ങനെ എഴുതാം? 800 റുപ്പി നോട്ട്സ് അല്ലേ? 800 റുപ്പി നോട്ട്സും അല്ലേ? 800 എന്ന് പറയുന്നത് 800 റുപ്പി നോട്ട്സ് ആണ്. ദെൻ 9 കോയിൻസ് ആണ് അല്ലേ? 9 കോയിൻസ് ആണ്. അപ്പോൾ 800 റുപ്പി നോട്ട്സ് 10 റുപ്പി നോട്ട്സ് 9 1 റുപ്പി കോയിൻ 909 ആയില്ലേ?
നെക്സ്റ്റ് എന്താണ് ചക്കി കൈറ്റ് കളക്റ്റഡ് 785 റുപ്പീസ്. എന്താണ് ചക്കിപ്പരുന്ത് 785 രൂപ കളക്ട് ചെയ്തു. വാട്ട് ആർ ദി വേസ് ഇൻ വിച്ച് ഷീ കുഡ് ഹാവ് ഗോട്ട് ദിസ്. ഏതൊക്കെ വഴിയിലായിരിക്കും അവർക്ക് ഈ പൈസ കിട്ടിയിട്ടുണ്ടാവുക, 785 എന്നുള്ളത് പൈസ എങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. സി ഹൗ സം ഓഫ് ഹർ ഫ്രണ്ട്സ് തോട്ട് അബൌട്ട് ദിസ്. എന്താണ് അവളുടെ ചില ഫ്രണ്ട്സ് ഇതിനെക്കുറിച്ച് ചിന്തിച്ചത്, തോട്ട് ചെയ്തത് ഇവിടെ തന്നിട്ടുണ്ട്. അതൊന്ന് കംപ്ലീറ്റ് ചെയ്താലോ. 785നെ നമുക്ക് എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യാം. 785 എന്നുള്ള നമ്പറാണ് ടോട്ടൽ കളക്ട് ചെയ്തത്. അപ്പോൾ അതിനെങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യാം. എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്, 7 ഹൺഡ്രഡ്സ്. ദെൻ 8 ടെൻസും 5 വൺസും അല്ലേ 785. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം, 700ഉം 85 വൺസും. 85 വൺസ് ആയാൽ 785 ആയില്ലേ, 85 വൺസ് എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ഫിൽ ചെയ്ത് നോക്കാം അല്ലേ. 7 ഹൺഡ്രഡ്സ് ഉണ്ട്. ദെൻ എത്ര ടെൻസ് ആയിരിക്കും, 8 ടെൻസ് 5 വൺസ്. 5 വൺസ് ടോട്ടൽ എത്രയായി, 785 വൺസ് അല്ലേ. 785 വൺസ് എന്ന് പറഞ്ഞാൽ 785 ഇൻറ്റു 1 എന്താണ്, 785 അല്ലേ. അപ്പോൾ 785 വൺസ് എന്ന് പറയാം. ടെൻസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 10 ആയി, അപ്പോൾ നമ്പർ മാറി. അപ്പോൾ വൺസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 1 785. അപ്പോൾ നമുക്ക് എത്രയാണ് 785 വൺസ് എന്ന് കിട്ടി. 7 ഹൺഡ്രഡ്സും എത്ര ടെൻസാണ്, 8 ടെൻസ് 80. 8 ടെൻസ് 5 വൺസും 785. 785 81 ടെൻസും 5 വൺസും. നെക്സ്റ്റ് എന്താണ് 7 ഹൺഡ്രഡ്സ്. 7 ഹൺഡ്രഡ്സ് ഉണ്ടെങ്കിൽ എത്ര വൺസ് ഉണ്ടാവും അല്ലേ. 7 ഹൺഡ്രഡ്സ് ആണെങ്കിൽ 85 വൺസ് ആണ് 785 അല്ലേ. അപ്പോൾ 7 ഹൺഡ്രഡ്സും 85 വൺസും 85 വൺസും കൂടിയാൽ എന്തായാലും 785 ആയി. അപ്പോൾ 785 വൺസ് എന്ന് എഴുതാം. ഇവിടെ എങ്ങനെയാണ് തന്നത്, ടെൻസും വൺസും ആയിട്ട് എഴുതണം. 88 വൺസ് ആയാൽ 785 ആയോ, ഇല്ല. എത്രയാവണം, 78 ടെൻസ് എടുത്ത് നോക്കൂ. 78 ടെൻസ് ഇൻറ്റു 10 എത്രയാണ്, 78 ഇൻറ്റു 1 78. ദെൻ 10. അപ്പോൾ 780 ആയിട്ടുള്ളൂ. ഇനി എത്ര വൺസ് കൂടി വേണം, 5 വൺസ് കൂടി ആഡ് ചെയ്താലല്ലേ 785 ആവുകയുള്ളൂ. അപ്പോൾ 5 വൺസ് കൂടി വേണം. അപ്പോൾ 5 വൺസും 85 ടെൻസും. ടെൻസ് കൂടി കൂടിയതല്ലേ 785 ആവുകയുള്ളൂ. നെക്സ്റ്റ് എന്താണ് 700 പ്ലസ് എത്ര കൂട്ടിയാലാണ്, 700 പ്ലസ് 80 പ്ലസ് 5 അല്ലേ. 700 പ്ലസ് 80 പ്ലസ് 5 ആണ് എന്ത്, 785. 700 ഉണ്ട്, 5 ഉണ്ട്. ഇനി എത്ര കൂടി ആഡ് ചെയ്താലാണ് ഉണ്ടാവില്ലേ, 780 പ്ലസ് 5 അല്ലേ 785. അപ്പോൾ 70 ടെൻസ് ഇവിടെ തന്നിട്ടുണ്ട്. 70 ടെൻസ് പറഞ്ഞാൽ 70 ഇൻറ്റു 10 എത്രയാണ്, 7 ഇൻറ്റു 1 7. ദെൻ 2 zeros അങ്ങനെ എഴുതാം. മൾട്ടിപ്ലിക്കേഷൻ ഈസി ട്രിക്കാണ്. 700. അപ്പോൾ ഇനി നമുക്ക് എത്ര കൂടി വേണം, 700 ടെൻസ് ആയല്ലേ, 700 ടെൻസ്. ഇനി എത്ര കൂടി വേണം അല്ലേ, 785 ആണ്. 785ലേക്ക് എത്താൻ എത്ര കൂടി വേണം, ഒരു 85 കൂടി ആഡ് ചെയ്താലല്ലേ 785 കിട്ടുക. അപ്പോൾ 85 വൺസ് ആണ് 85 അല്ലേ. 85 വൺസ് എടുത്താൽ എന്ത് കിട്ടി, 785 കിട്ടി. നെക്സ്റ്റ് എന്താണ് 6 ഹൺഡ്രഡ്സ് ഉണ്ട് അല്ലേ. 6 ഹൺഡ്രഡ്സ് എത്ര ടെൻസ് എടുക്കണം, 5 വൺസ് ഉണ്ട് അല്ലേ. 6 ഹൺഡ്രഡ്സ് എന്ന് പറയുമ്പോൾ 600. നെക്സ്റ്റ് എത്ര ടെൻസ് എടുത്താൽ നമുക്ക് 785 റുപ്പീസ് കിട്ടും അല്ലേ. 785 എന്ന് പറയുമ്പോൾ 600ലേക്ക് ഒരു 185 കൂടി ആഡ് ചെയ്താലാണ് 785 കിട്ടുക അല്ലേ. ഇവിടെ എന്താണ് 5 വൺസ് എടുത്തിട്ടുണ്ട്. 5 വൺസ് എടുത്ത് കഴിഞ്ഞാൽ 80 ആവൂലേ. 600 5 പോയാൽ 180. പിന്നെ 5 വൺസ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടി, 785 കിട്ടിയില്ലേ. അപ്പോൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ അല്ലേ 600 ഹൺഡ്രഡ്സ് എടുത്തു, 6 ഹൺഡ്രഡ്സ് എടുത്തു. പിന്നെന്താണ് 180 കിട്ടണമെങ്കിൽ എത്ര എടുക്കണം, 180 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 18 ഇൻറ്റു 10 അല്ലേ. 18 ടെൻസ് ആണ്. 18 ഇൻറ്റു 1 18. ദെൻ 10 180. അപ്പോൾ എത്രയാണ്, 18 ടെൻസ് എടുത്താലാണ് നമുക്ക് 180 കിട്ടുക. ദെൻ 5 വൺസ് കൂടി ആഡ് ചെയ്താലാണ് 785 കിട്ടുക അല്ലേ. അപ്പോൾ എത്രയാണ് ഇവിടെ 18 ടെൻസ് ദെൻ 5 വൺസ് തന്നിട്ടുണ്ട്. അപ്പോൾ 600 പ്ലസ് എത്രയാണ്, 185 ആണ്. 185 ആണ് എന്ത്, 785 അല്ലേ. നമ്മളിവിടെ കണ്ടു 600 പ്ലസ് 185 ആണ് 785. ഓക്കെ, ഞാനിവിടെ ഓരോന്നും ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ്, റൈറ്റ് ഇൻ യുവർ നോട്ട് ബുക്ക് ദി ഡിഫറെൻറ്റ് വേസ് ഓഫ് സ്പ്ലിറ്റിംഗ് 909 റുപ്പീസ് കളക്റ്റഡ് ബൈ കുഞ്ഞൻമൂങ്ങ കളക്ട് ചെയ്ത 909 രൂപൻ്റെ എന്താണ് സ്പ്ലിറ്റിങ്ങിൻ്റെ ഡിഫറെൻറ്റ് വേസ്, വ്യത്യസ്ത വഴികൾ എഴുതാനാണ് പറഞ്ഞത്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്, ഇവിടെ ചെയ്ത് കാണിക്കാനാണ്. ഓക്കെ, എന്താണ് പറഞ്ഞത്, 909 റുപ്പീസിനെ സ്പ്ലിറ്റ് ചെയ്യാൻ ഡിഫറെൻറ്റ് വേസിൽ. ഏതൊക്കെ മെത്തേഡിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. എന്താണ് 909 സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. വൺസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, 900 ഇൻറ്റു 1 909 ഇൻറ്റു 1 എന്താണ്, 909 തന്നെയാണ് അല്ലേ. ഏത് നമ്പറിനെയും 1 മൾട്ടിപ്ലൈ ചെയ്താൽ ആ നമ്പർ തന്നെ കിട്ടും അല്ലേ. അപ്പം എത്ര, 909 വൺസ്. ഇനി ടെൻസും ഹൺഡ്രഡ്സും ഒക്കെ എങ്ങനെ എഴുതാം,
909 എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? 9 ഹൺഡ്രഡ്സ് അല്ലേ? 9 ഹൺഡ്രഡ്സ് അല്ലേ? 900ലുള്ളത് 900. അപ്പോൾ എത്ര വൺസ് ഉണ്ട്? 9 വൺസ് അല്ലേ? 9 വൺസ്. 9 ഹൺഡ്രഡ്സ് എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു 100. 9 ഹൺഡ്രഡ്സ് 900. 9 വൺസ് എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു 1 900 പ്ലസ് 9 എന്താണ്? 909 അല്ലേ? അപ്പോൾ 9 ഹൺഡ്രഡ്സും 9 വൺസും എന്ന് എഴുതാം. നെക്സ്റ്റ് എത്ര ടെൻസ് ആക്കി നമുക്ക് എഴുതാം? ഇതുപോലെ തന്നെ 9 വൺസ് എടുത്താൽ ബാക്കി എത്ര ഉണ്ട്? 900 ഉണ്ടല്ലേ? ഈ 900ൻ്റെ എത്ര ടെൻസ് ആക്കി എഴുതാം? 90 ടെൻസ് അല്ലേ? 90 ടെൻസ് ആക്കി എടുത്താൽ എത്രയാണ്? 90 ടെൻസ് എന്ന് പറഞ്ഞാൽ 90 ഇൻറ്റു 10. 90 ഇൻറ്റു 10 9 ഇൻറ്റു 1 9 ദെൻ 20 900 ആയില്ലേ? 90 ടെൻസ് ആക്കി എടുക്കുമ്പോൾ 90 ടെൻസ് ആയി. അപ്പോൾ 900 ആയി. ബാക്കി എത്ര? 9 ഉണ്ടല്ലേ? 9 വൺസും. അപ്പോൾ 90 ടെൻസും 9 വൺസും. 900 പ്ലസ് 9 909. 8 ഹൺഡ്രഡ്സ് എടുത്തു എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ഇൻറ്റു 100 800. ഇനി എത്ര ഉണ്ടാവും ബാക്കി? നമ്മുടെ സംഖ്യ എത്രയാണ്? 909 ആണല്ലേ? 909ന്ന് 800 പോയാൽ എത്രയാണ്? ഒരു 8 പോയി അല്ലേ? ഒരു 8 പോയാൽ ബാക്കി 109 ആണ് ഉണ്ടാവുക അല്ലേ? ഈ 109നെ നമുക്ക് എന്താണ്? ഇൻറ്റു 1 ചെയ്താൽ വൺസ് എടുത്താൽ എത്രയാണ്? 109 തന്നെ കിട്ടി. അപ്പോൾ 8 ഹൺഡ്രഡ്സും എത്ര എടുക്കണം? 109 വൺസും. 8 ഹൺഡ്രഡ്സും 109 വൺസും എടുക്കുക. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 909 കിട്ടിയില്ലേ? വേറൊരു മെത്തേഡാണേ. 8 ഹൺഡ്രഡ്സ് തന്നെ എടുത്തു. എത്ര ടെൻസ് എടുക്കണം? ഹൺഡ്രഡ്സും ഒരു 109 കൂടി ആഡ് ചെയ്താലാണ് എത്ര കിട്ടുക? 909 അല്ലേ? 909. 909 കിട്ടണമെങ്കിൽ ഒരു 800നോട് ഒരു 109 കൂടി 109 കൂടി ആഡ് ചെയ്താലാണ് 8 + 1 9 909 എന്ന് കിട്ടുക. അപ്പോൾ നമ്മൾ 8 ഹൺഡ്രഡ്സ് എടുത്തു. ഇനി ഇതിനെ എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യാം? 109നെ എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ? എത്ര? 9 വൺസ് എടുത്താൽ ബാക്കി എത്ര ഉള്ളത്? 10 ടെൻസ് അല്ലേ? 10 ടെൻസ് എടുത്ത് നോക്കൂ. 10 ടെൻസും 9 വൺസും. എത്രയാണ്? 8 ഹൺഡ്രഡ്സ് എടുത്താൽ 800 ആയി. ബാക്കി 10 ടെൻസ് എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 10 എന്താണ്? 1 ഇൻറ്റു 1 1 ആൻഡ് 2 zeros 100. അപ്പോൾ എന്താണ്? 100 എന്ന് പറഞ്ഞാൽ 10 ടെൻസ്. പിന്നെ എന്താണ്? 9 ആണുള്ളത്. 9 വൺസ്. ഇത്രയും മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് 909നെ ഇത്രയും മെത്തേഡ്സിൽ സ്പ്ലിറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻ്റായിട്ട് ഒരു ഹാർട്ട് ഇമോജി ഇടാമോ?